ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തികച്ചും ഒരു അമ്മായിയമ്മ കഥയാണ് കേട്ടോ. ഒരു 23 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദാരുണമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 20 വർഷം മുന്നേ നടന്ന സംഭവമാണ്. അതായത് 20 വർഷം മുന്നേ അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോൾ ഒരു ഗൾഫുകാരൻ്റെ കൂടെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഭയങ്കര ട്രെൻഡാണ് പിന്നെ ഈ ഗൾഫുകാരെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഗൾഫിൽ എന്ത് ജോലിയാണെന്നോ അവർക്ക് എത്ര ശമ്പളം ഉണ്ടെന്നോ ഒന്നും പേരൻസ് അന്വേഷിക്കാതെ ഗൾഫുകാരനാണ് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കെട്ടിച്ച് വിട്ടേക്കാം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാരായിരുന്നു അന്നുള്ളത്. ഇന്നിപ്പോൾ അതെല്ലാം മാറി. ഇന്നിപ്പോൾ ഒരുപാട് തിരക്കുന്നുണ്ട് ആൾക്കാരെ. അപ്പോൾ അന്ന് അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അത്യാവശ്യം ചെറുക്കൻ്റെ സ്വഭാവം മാത്രമേ എല്ലാവരും അന്ന് നോക്കത്തുള്ളൂ. നല്ല സ്വഭാവമാണ്, സിഗരറ്റ് വലിക്കില്ല, കള്ള് കുടിക്കില്ല, ഈ 2 കാര്യങ്ങളായിരിക്കും കൂടുതലും പേരൻസ് ആയാലും പെണ്ണായാലും നോക്കുന്നത്. അപ്പോൾ അങ്ങനല്ലാത്ത കേസ് വരുമ്പോൾ എല്ലാവരും അങ്ങ് കല്യാണം കഴിക്കും. അപ്പം ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അമ്മയും പിന്നെ ആ ചെറുക്കൻ്റെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനും മക്കളും ഒക്കെ അവർ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ചു കേട്ടോ. വിവാഹം കഴിച്ച് 20 ദിവസത്തിന് ശേഷം ഉണ്ടല്ലോ ഈ ചെറുക്കൻ ഗൾഫിനങ്ങ് പോയി. ഗൾഫിന് പോയ ശേഷം പിന്നീട് വരുന്ന 1.5 വർഷം കഴിഞ്ഞാണ് പിന്നെ കാണുന്നത്. അതിനോടകം എഴുത്തുകളൊക്കെ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കണക്ക് മൊബൈൽ എപ്പോഴും വിളിക്കത്തൊന്നുമില്ല. മൊബൈലുണ്ട്, പക്ഷേ എങ്കിലും അന്ന് ഇൻകമിംഗ് കോൾ ചാർജ് ആകുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും അന്ന് ഫോണൊക്കെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറുക്കൻ ഗൾഫിന് പോയല്ലോ തിരിച്ച്. പെണ്ണ് അന്ന് തൊട്ട് അനുഭവിച്ച ദുരിതങ്ങൾ, ഈ അമ്മായിമ്മ ഈ മരുമോള് മാത്രം അവിടെ കഴിയുന്നത്. അമ്മായിമ്മയ്ക്ക് അത്യാവശ്യം ഹെൽത്തൊക്കെ മോശമായ ഒരു വ്യക്തിയും കൂടെയായിരുന്നു. അത് കാരണം എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി ചെയ്തു കൊടുക്കണം. പെൺകുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയുടെ നഖം വെട്ടണം, അമ്മായിയമ്മയുടെ മുടിയെല്ലാം ചീകി വൃത്തിയാക്കി പിന്നിക്കെട്ടി കൊടുക്കണം. അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്ക് വെള്ളം ചൂടാക്കിയൊക്കെ കുളിക്കാനുള്ള സൗകര്യങ്ങളും ദേഹം നിറച്ച് കുഴമ്പ് തേച്ച് കൊടുക്കണം. ഇനി ഒരുപാട് ഒരു ഹോം നേഴ്സ് എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഈ മരുമോള് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയായി. ഈ മരുമോൾക്ക് ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ അവൾ പിന്നെ അവരുടെ ഒരു കസിൻ സിസ്റ്റർ അവരുടെ വീട്ടിൽ നിൽപ്പുണ്ട് ഒരു സഹായത്തിന് വേണ്ടി. സഹായം എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു പെണ്ണാണ്. അപ്പോൾ അത്യാവശ്യം ചില ചുറ്റുവട്ടമൊക്കെ ഒന്ന് സഹായിക്കാൻ മാത്രം. അപ്പം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ അമ്മായിമ്മയെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അതൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഫോണൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഫോൺ വിളിക്കുന്നത്. അപ്പം വെള്ളിയാഴ്ച ഗൾഫിൽ നിന്ന് ഫോൺ വരുന്നത് നോക്കി എല്ലാവരും ഇരിക്കുന്ന ഒരു ട്രെൻഡാവുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഫോൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ ലാൻഡ് ലൈൻ ഉള്ളതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും ഫോൺ വിളിക്കുന്നത് എടുക്കാൻ വേണ്ടി. തിരിച്ച് പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും അമ്മായിമ്മ ചോദിക്കും അവൻ വിളിച്ചോ എന്ന് ചോദിക്കും. ആ വിളിച്ച് അമ്മ എന്ന് പറയും. അപ്പോൾ അന്ന് കുരുട്ടുകുത്തിയും കാര്യങ്ങളൊന്നും ഈ പെണ്ണിന് അധികം അറിയത്തില്ല. വിളിച്ചു എന്ന് പറയും. അപ്പോൾ ഇവരങ്ങ് പറയാൻ തുടങ്ങും, ആഹാ അവൻ നല്ല പണിയാ കാണിച്ചേ, അവൻ ഇവിടെ വിളിച്ചില്ല. ഇവർക്കവിടെ ലാൻഡ് ലൈൻ ഇവരൊരു കസിൻ്റെ വീട്ടിലുണ്ട്. അവൻ നല്ല പണിയാ കാണിച്ച്, അവനിപ്പോൾ കല്യാണം കഴിച്ച പിന്നെ എന്നെ വേണ്ട, ഞാൻ അവനെ എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അതുപോലെ തന്നെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മോനാണ്, എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല. ഇതെല്ലാം ആദ്യമായിട്ട് ഈ പെൺകുട്ടി കേട്ട് വണ്ടടിച്ചു പോയി. അതിനുശേഷം വീണ്ടും 1-2 ആഴ്ചയൊക്കെ വിളിച്ചപ്പോൾ ഇവൾ ഇതുപോലെ തന്നെ ഫോണൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ പറഞ്ഞു വിളിച്ചു എന്ന് സത്യസന്ധമായിട്ട് പറയാൻ തുടങ്ങി. കാരണം അന്നേരം ഈ പെൺകുട്ടി കഥ മനസ്സിലാകുന്നില്ല, കഥ അറിയാതെ ആട്ടവാടുക അന്നേരം. അപ്പോൾ അതിന് ശേഷം പെൺകുട്ടിക്ക് പിന്നെ പിടികെട്ടി ഈ പെൺകുട്ടിയെ വിളിക്കുന്നത് കൊണ്ടാണ് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടക്കേടെന്ന്. അപ്പോൾ പെൺകുട്ടി പിന്നെ ഭർത്താവിനോട് പറഞ്ഞു, ഇനി എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെറുക്കൻ പിന്നെ അതിനു മുന്നേ എപ്പോഴും അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥയും വന്നത്. പിന്നീട് ചെറുക്കൻ അമ്മേനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ആ വീട്ടിലുള്ള ഫോൺ കോൾ കുറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് തന്നെ വിളിച്ചു, അവിടെ പോയി ഫോൺ എടുക്കും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇപ്പം എൻ്റെ സ്വർണ്ണം മൊത്തം മേടിച്ച് ഈ അമ്മായിമ്മ എന്തെന്നറിയോ അവരുടെ അലമാരിക്കകത്ത് വെച്ച് പൂട്ടി താക്കോലും കൊണ്ട് നടക്കുക. പെണ്ണിനൊരു മാലയോ വളയോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാം അമ്മായിയമ്മയോട് ചോദിക്കണം. പിന്നെ കയ്യിൽ പൈസ ഇല്ല. ചെറുക്കൻ ഗൾഫിന് പോയപ്പോഴേക്കും 5 പൈസ കൊടുക്കാതെ പോയത്. ഈ ചെറിയ ജോലി കൊണ്ട് വേണം ഇത് മൊത്തം റോൾ ചെയ്ത് പോകുവാൻ. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായ ഒരു പെൺകുട്ടി. പിന്നെ പെൺകുട്ടി വിചാരിച്ചു, അപ്പോൾ ആ 1.5 വർഷക്കാലം ആ പെൺകുട്ടിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും എല്ലാം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുക, ഡോക്ടർമാരെ കാണുക. അപ്പോൾ ഡോക്ടർമാരെ കാണുമ്പോൾ അവർ മൊത്തം നോക്കും, അവർ അസുഖങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവർ വിടുന്നു. മെൻ്റലി അവൾക്ക് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവളിങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്നെന്നുള്ള വിവരം ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി. 1.5 വർഷം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ നിന്നെത്തി. അന്നേരം വലിയ പ്രതീക്ഷയോടെ ഭർത്താവ് വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് പെൺകുട്ടി ഇരിക്കുമ്പം അതിലോട്ട് വേറൊരു ജീവിതമാണ് പിന്നീട് വന്നത്.
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാതാവുകയോ ചെയ്തത്. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് കിടക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഒരുമിച്ച് വർത്താനം പറയാൻ പറ്റുന്നില്ല, ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും പോകാൻ പറ്റുന്നില്ല. പോകുമ്പോൾ എല്ലാം ഇവർ എവിടെ പോവുക, എന്തിനു പോവുക, എപ്പോൾ വരും, ഇങ്ങനെ അങ്ങ് തിരക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് പെൺകുട്ടി അവളുടെ ജോലിയും നിർത്തി. അവളാകെ അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ അവളാകെ ടയേർഡായി പോവുകയാണ്. അവൾക്ക് ഓരോ അസുഖങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് ഭർത്താവിന് സ്വന്തം മോനല്ലേ, അവരോർക്ക് എത്രമാത്രം ഒരു കുറ്റം ആ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അമ്മയുടെ. അവനൊട്ട് അംഗീകരിക്കത്തുമില്ല ഇതെല്ലാം പറഞ്ഞാലൊന്നും. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഇവളെ ഞാൻ വളരെ വിഷമത്തോടെ ഇങ്ങനെ മടുത്തു, ഈ ജീവിതമൊക്കെ മടുത്തു. കാരണം ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുമിച്ച് റൂമിൽ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, അത്യാവശ്യം ഇച്ചിരി ലേറ്റായിട്ടൊന്ന് എണ്ണീറ്റ് കഴിഞ്ഞാൽ ഈ അമ്മായിയമ്മ എന്ത് ചെയ്യുമെന്നറിയോ, അവിടെയുള്ള പാത്രങ്ങളെല്ലാം ഇട്ട് ബഹളം വെക്കുകയും അതുപോലെ തന്നെ അവരെ എപ്പോഴാണ് എണ്ണീക്കാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരല്ലേ, ഇച്ചിരി റിലാക്സും റെസ്റ്റും ഒക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരമ്മയല്ല അവർ. അത് കഴിഞ്ഞ ശേഷം അവർ പിന്നീടുണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇത്രയും വൃത്തികെട്ട ആളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കിടക്കുന്ന റൂമിൻ്റെ ഇപ്പുറത്താണ് ഈ അമ്മച്ചിയുടെ റൂം. ഈ അമ്മച്ചി എന്നറിയാവോ, ജനലിൽ കൂടെ പാത്ത് നിന്ന് കേൾക്കും എന്താണ് ഈ മരുമോളും ഈ ചെറുക്കനും കൂടെ പറയുന്നതെന്ന് കേൾക്കാൻ. ഇവരുടെ കുറ്റം വല്ലതും പറയുന്നുണ്ടോ, ഇങ്ങനെ ഇവർക്ക് ഭയങ്കര സംശയം. യഥാർത്ഥത്തിൽ അവരതൊന്നും പറയുന്നുണ്ടായിരിക്കത്തില്ല. അങ്ങനെ നിന്ന് കേൾക്കുന്ന ഒരു സംഭവം വരെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. ലാസ്റ്റ് അവസാനം ഈ പെൺകുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ പറയുന്ന പെൺകുട്ടിക്ക് വട്ടാണെന്ന് പറയും. അങ്ങനെ സഹിച്ചു മടുത്ത ഒരു ജീവിതമാണ് പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൾഫുകാരെ കല്യാണം കഴിക്കുന്ന ഒരു ലൈഫിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ